അറേബ്യൻ വിഭവങ്ങളെ എല്ലാ കാലത്തും ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് മലയാളികൾ. കുഴിമന്തിയും ഷവർമയും ഷവായയും എല്ലാം അക്കൂട്ടത്തിൽ പെടും. ആ പട്ടികയിലെ പുതിയ വിഭവമാണ് പ്രത്യേകതരം കുക്കറിൽ തയ്യാറാക്കുന്ന പ്രവാസികളുടെ ഇഷ്ടവിഭവമായ മദ്ഹൂത്ത്. ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് മലപ്പുറം മഞ്ചേരി മഞ്ഞപ്പറ്റയിലെ കോയാക്കാന്റെ സ്പെഷ്യൽ മദ്ഹൂത്ത്. മദ്ഹൂത്തിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആൾ കൂടിയായിരുന്നു പ്രവാസിയായിരുന്ന കോയക്ക. 25 കൊല്ലം ജിദ്ദയിൽ പ്രവാസിയായിരുന്നു കോയക്ക. കൊറോണ കാലത്ത് ജോലി നഷ്ടമായി നാട്ടിലെത്തി. കുറെ കാലം എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന സമയം ഓട്ടോ ഓടിച്ച് ഉപജീവനമാർഗം കണ്ടെത്തി. മറ്റു പല ജോലികളും നോക്കി. ഒടുവിലാണ് പ്രവാസി കാലത്തെ അനുഭവങ്ങളുമായി വീടിന് സമീപം തന്നെ റൈഹാൻ മദ്ഹൂത്ത് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയത്. ഇരുപത്തിയഞ്ച് വർഷക്കാലം സൗദി അറേബ്യയിൽ മത്താബ് റെയ്നാനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിൽ പാത്രം കഴുകിയാണ്ടാണ് ഈ നിലയിലെത്തിയത്. ആ സ്ഥാപനത്തിലെ ഡോക്ടർ മൻസൂർ സൊലമിയുടെ കീഴിൽ 25 വർഷക്കാലം ജോലി ചെയ്ത ആ പരിചയ സമ്പത്തുമായാണ് എൻ്റെ നാടായ മഞ്ചേരിക്കടുത്ത എളങ്കൂർ മഞ്ഞപ്പറ്റയിൽ ഈ സ്ഥാപനം തുടങ്ങുകയും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ജില്ലകളിൽ നിന്നും കസ്റ്റമർ ഭക്ഷണം കഴിച്ചു വന്ന് വീണ്ടും കഴിച്ചവർ തന്നെ വീണ്ടും വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏറ്റവും വൃത്തിയോടുകൂടിയും തനത് അറേബ്യൻ രുചിയോടുകൂടിയുമാണ് കോയക്ക മദ്ഹൂത്ത് തയ്യാറാക്കുന്നത്. സൗദി അറേബ്യയിൽ എങ്ങനെയാണോ ഈ ഭക്ഷണം പാകം ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഭക്ഷണം ഞാൻ പാകം ചെയ്യുന്നത്. കാരണം ഇതിൽ വേറെ മലയാളി ടച്ചില്ല. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കോയക്കന്റെ മദ്ഹൂത്ത്. കേട്ടറിഞ്ഞും മറ്റുമായി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി നിരവധി പേരാണ് മദ്ഹൂത്ത് കഴിക്കാനായി ഇവിടെ എത്തുന്നത്. ഭക്ഷണം കഴിക്കാനെത്തുന്നവർ ചെരുപ്പ് അഴിച്ചു വെച്ച് കയറുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. റീല് കണ്ടു വന്നതാണ്. ഞാൻ റീല് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഇതിൽ പാസ് ചെയ്യുമ്പോൾ കാണാൻ കയറാൻ പറ്റാറില്ല. പക്ഷെ ഇന്ന് വണ്ടൂര് കൊണ്ടൊരു ആവശ്യം ഉണ്ടായപ്പോൾ അങ്ങനെ കയറി. അടിപൊളി. ഞാൻ മഞ്ചേരിന്ന് ഫുഡ് കഴിക്കാതെ ഇവിടെ നിന്ന് കഴിക്കാതെ വെച്ചിട്ട് വന്നതാണ്. മദ്ഹൂത്ത് കിട്ടണതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റി ആയിട്ട് ഇവിടെ തന്നെ വരണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പം ഏറ്റവും ടേസ്റ്റി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. പ്രത്യേകതരം കുക്കറിൽ ആവശ്യപ്രകാരം മാത്രം തയ്യാറാക്കുന്ന മദ്ഹൂത്ത് ചൂടോടെ കഴിക്കണം. അതിനാൽ കഴിക്കാനെത്തുന്നവർ 1 മണിക്കൂർ മുൻപെങ്കിലും വിളിച്ചു പറയണം. മദ്ഹൂത്ത് എന്ന വിഭവം കേരളത്തിന് അത്ര സുപരിചിതമല്ലാത്ത സമയത്താണ് തന്റെ ഗുരു നൽകിയ ആത്മവിശ്വാസം കൈമുതലാക്കി കോയക്ക മദ്ഹൂത്ത് തയ്യാറാക്കിയത്. എൻ്റെ ഗുരു തുല്യനായി ഞാൻ സ്നേഹിച്ചിരുന്ന ഡോക്ടർ മൻസൂർ സൊലമി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പഠിപ്പിച്ചു തന്നത് അതായത് നമുക്കൊരു മുന്നിൽ കാണുന്നതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് എങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഡോക്ടർ മൻസൂർ സൊലമി. കൊറോണ കാലത്ത് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ പലരും തുടങ്ങിയ സംരംഭങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും തന്റെ തനത് രുചി കൊണ്ടാണ് കോയക്ക വിജയിച്ചു മുന്നേറിയത്. മീഡിയ 1 മലപ്പുറം.